ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും ഇവിടെ ഇങ്ങനെ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ BJPക്ക് ഇന്ത്യയിൽ ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത് ഇപ്പം മുംബൈ കലാപത്തിന് ശേഷമാണ്, പിന്നെ ശിവസേന ശക്തി ആർജിച്ചു വന്നതിന് ശേഷമായിരുന്നു. ഒരു ഗാന്ധിസം വിട്ട് ഷാഫിസത്തിലേക്ക് പോവുകയും കോൺഗ്രസ് എന്നുള്ളതിനെ ഒരു പോക്കറ്റ് സംഘടനയാക്കിയിട്ട് മാറ്റാൻ ഷാഫി ശ്രമിക്കുകയും അതിനുള്ള കുതന്ത്രങ്ങളുടെ ആശാനാണ് ഷാഫി. കോൺഗ്രസ് നേതൃത്വം ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കറിയാം, പക്ഷെ അവർ നിസ്സഹായരാണ്. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, അതായത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ അകത്ത് ഇന്ന് ഒരു വാർത്ത കണ്ടു. 511 രൂപയും ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പരിപാടിക്ക് ആളെ ആവശ്യമുണ്ട് വട്ടിയൂർക്കാവിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ജോബ് ആപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ പോകുന്ന സ്ഥലത്തെല്ലാം ഒരു 500ഓളം ആളുകൾ സ്ഥിരമായിട്ടുണ്ട്. നമ്മൾ TV-യിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്തെല്ലാം സെയിം ഫേസ് മാതിരി തോന്നിക്കുന്നു. രാജഭായ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് കുറച്ച് നാളുകളായിട്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഒരു മാസ് എൻട്രി നടത്തുന്ന ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ വടകരയിൽ മത്സരിച്ചപ്പോൾ അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അല്ലാതെ അതിന് ശേഷം വടകരയിൽ മത്സരിച്ചപ്പോൾ പോലും വടകരയിൽ ആ രീതിയിലുള്ളൊരു ക്യാമ്പയിനിങ് നടത്തിയായിരുന്നു. പക്ഷേ അതൊരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. മൊത്തത്തിലുള്ള ഒഴുക്കുണ്ട്. കാരണം വടകരയിൽ ശൈലജ ടീച്ചറെ 1.5 ലക്ഷത്തിനടുത്ത് വോട്ടിന് തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് കണ്ണൂരിൽ 1 ലക്ഷത്തിലേറെ വോട്ടിന് സുധാകരൻ ജയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ മെജോറിറ്റിക്ക് ജയിക്കുന്നു. 3 ലക്ഷം വോട്ടിന് മലപ്പുറം മണ്ഡലത്തിൽ ഇട്ടിമുഹമ്മദ് ബഷീർ ജയിക്കുന്നു. 2.5 ലക്ഷത്തിന് സമദാനി ജയിക്കുന്നു. 2.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് നമ്മുടെ ഹൈബിയുടെ തന്നെ എറണാകുളത്ത് ജയിക്കുന്നു. ഇങ്ങനെയുള്ള 1.5 ലക്ഷം വോട്ടിന് ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു ഒഴുക്കുണ്ടായിരുന്നു, ഒരു വേവ് ഉണ്ടായിരുന്നു. അതില്ലാതിരുന്നത്, ആ രീതിയിൽ അത് വിസിബിൾ ആവാതിരുന്നത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഇവിടെയും മാത്രമേ ഉള്ളൂ, തൃശ്ശൂരും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഈ രമ്യ ഹരിദാസ് പാട്ടുപാടി അത്യാവശ്യം 5 വർഷം കൊണ്ട് ആൾക്കാരെ ബോറടിപ്പിച്ചുകൊണ്ട് ആലത്തൂർ അങ്ങ് തോക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഭാഗമായിട്ട് അതിനുശേഷം നമ്മൾ പലതും എടുത്തിട്ട് സൂം ചെയ്തും ഒക്കെ എടുത്ത് നോക്കാൻ തുടങ്ങിയത്. അപ്പം ഇതിനകത്തൊന്നെന്ന് വെച്ചാൽ സ്ഥിരം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഷാഫി തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ പ്രചരണത്തിന് പോയിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ, തളിപ്പറമ്പിൽ ഗോവിന്ദൻ്റെ പ്രചരണത്തിന് പോവുകയാണെങ്കിൽ അവിടെ വന്നവന്മാരെല്ലാം ഇങ്ങോട്ടും ഇങ്ങനെ വരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ളത് മൊത്തം പേയ്മെൻ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. പേയ്മെൻ്റ് ഉണ്ട്, ഇതിനകത്ത് പേയ്മെൻ്റ് ഉണ്ട്. അവർക്കിപ്പോൾ സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് ടീമുണ്ടായിരുന്നത് പോലെ തന്നെ ഈ രീതിയിൽ ചെല്ലുന്നിടത്തെല്ലാം ഒരു ഓളം സൃഷ്ടിക്കാനും എടുത്തുകൊണ്ട് നടക്കാനും ഹായ് ഹോയ് വിളിക്കാനും ഒക്കെ ആർപ്പ് വിളിക്കാനും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാനും ഒക്കെയുള്ള സ്ഥിരം ടീമിനെ. കാരണം ഫണ്ട് ഒരു പ്രശ്നമല്ല. ഷാഫിക്ക് വേണ്ട ഫണ്ട് ഒഴുക്കി കൊടുക്കാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട്. വിദേശത്തൊക്കെയുള്ള എല്ലാ കണ്ടമാനം ഫണ്ട്. ഇപ്പം നമുക്കറിയാം, ഒസാമ ബിൻ ലാദൻ പോലും ഭയങ്കരമായിട്ട് ഫണ്ടിങ് നടത്തിയിരുന്ന ഒരാളാണ്. ദാവൂദ് ഇബ്രാഹിം ഇത്തരം കാര്യങ്ങൾക്ക് വല്ലാതെ ഫണ്ടിങ് നടത്തിയിരുന്ന ആളാണ്. ആ രീതിയിൽ അത്തരം മനോഭാവം വെച്ച് പുലർത്തുന്ന മലയാളികളായിട്ടുള്ള ചില ആളുകൾ, വിദേശത്ത് ഇഷ്ടം പോലെ പൈസയുള്ളവർ, ഷാഫിയുടെ ചില വിദേശ ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ സാധനം പമ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ആ സംഭവം വെച്ചിട്ട് ക്യാഷിന് ഇവർക്കൊരു പഞ്ഞമില്ല. ഇന്ന് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഫണ്ട് റൈസർ എന്ന് പറയുന്ന നാഷണൽ ലെവലിൽ ശരത് പവാറായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ശരത് പവാർ അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്ത് പറഞ്ഞാലും തള്ളിപ്പറയാൻ പറ്റാത്ത ഒരാളായിട്ട്, പ്രബലനായിട്ട് നിന്നിരുന്നത്. ഒരു സമയത്ത് PM സ്ഥാനം വരെ ക്ലെയിം ചെയ്തതാണ്. അന്ന് അർജുൻ സിംഗും കൂടെ നോക്കിയപ്പോഴാണ് കിങ് മേക്കറായിട്ട് കരുണാകരൻ പോയിട്ട് നരസിംഹറാവുവിനെ ഇവരുടെ ഇടയിൽ മധ്യസ്ഥം പറഞ്ഞിട്ടും കൊണ്ടുവന്നത് 91 രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം. അപ്പം ഇന്ന് അത് KC വേണുഗോപാലോ അല്ലെങ്കിൽ DK ശിവകുമാറൊന്നുമല്ല, ഏറ്റവും ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഷാഫി പറമ്പിലാണ്. അതിനുള്ള ബന്ധങ്ങൾ ഷാഫി ചെറിയ പ്രായത്തിൽ വേറെ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും വിശുദ്ധമായ ബന്ധങ്ങളല്ല എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനം. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം, ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും ഇവിടെ ഇങ്ങനെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ BJPക്ക് ഇന്ത്യയിൽ ഗുണം ചെയ്യുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നത് ഇവർ വളരണം എന്നുള്ളതാണ്. ഇവർ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക്, കണ്ടില്ലേ അപകടകാരികൾ, അവർ വളരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൊരു ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മതധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവ് എപ്പോഴും ഭൂരിപക്ഷ വർഗീയത പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരിക്കും. അപ്പോൾ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നത് BJPയുടെ അജണ്ടയാണ്. ഒരിക്കലും ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഒരിക്കലും ഭരണകൂടമായി മാറാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ജനാധിപത്യ സംവിധാനത്തിനകത്ത് അവർക്ക് അധികാരത്തിലേറാൻ കഴിയത്തില്ല. പക്ഷേ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വെക്കുന്ന രീതിയിൽ ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികൾ എത്രയോ വിശാല മനസ്ഥിതിക്കാരായിരുന്നു. അവരിവിടെ ഇസ്ലാം മതത്തെ സ്വീകരിച്ചു, ക്രിസ്തു മതത്തെ സ്വീകരിച്ചു, ബാക്കിയുള്ളവരെ സ്വീകരിച്ചു, ആരെയും ആക്രമിക്കാൻ പോയില്ല. ഇവിടെ
ചർച്ചുകൾ പണിയാനും മോസ്കുകൾ പണിയാനും ഒക്കെ സ്ഥലം വിട്ടുകൊടുത്തു, എല്ലാത്തിനും വിട്ടുകൊടുത്തു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇവിടുത്തെ അക്കാലത്തെ ഹൈന്ദവ രാജാക്കന്മാരാണ്. അപ്പോൾ ആ കാലഘട്ടം തൊട്ട് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയുടെ കാലഘട്ടം തൊട്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുമ്പുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നപ്പോഴും സ്വീകരിച്ചതവരാ, പോർച്ചുഗീസുകാർ വന്നപ്പോഴും സ്വീകരിച്ചതവരാ. അവരെല്ലാവരും സ്വീകരിക്കുന്ന ഒരു അതിഥേയ മര്യാദ, അതിഥി ദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്ന് പറയുന്ന പോലെ തന്നെ അതിഥി ദേവോ ഭവ എന്നത് അവരുടെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. അത് വെച്ചിട്ട് അവർ പോയിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം കയറിയിട്ട് ഈ മുറത്തിൽ കയറി കൊത്തുമ്പം അപ്പുറത്തും വർഗീയത ഉണ്ടാവും. ആ വർഗീയതയുടെ കാരണം ഇപ്പം ഗുജറാത്ത് കലാപത്തിൻ്റെ ഗുണഭോക്താവാരാ ശരിക്കും. അതിന് ശേഷം പിന്നെ BJPക്ക് അവിടെ എതിരാളികളില്ല. ഈ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്, ഇപ്പം മുംബൈ കലാപത്തിന് ശേഷമാണ് പിന്നെ ശിവസേന ശക്തി ആർജിച്ചു വന്നതിന് ശേഷമായിരുന്നു BJP ശക്തി ആർജിച്ചു വന്ന. അങ്ങനെ തന്നെ ഉത്തരേന്ത്യയിൽ മുഴുവനത്. കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശേഷമാണ് തമിഴ്നാട്ടിൽ അവർക്ക് യൂണിറ്റുകൾ ഉണ്ടാകുന്നത്, എൽകെ അദ്വാനി വന്ന പരിപാടിക്ക് ശേഷം. കേരളത്തിൽ BJPക്ക് വളം വെച്ച് കൊടുത്തത് ആദ്യം മദനിയാണ്. മദനിയെ കാണിച്ചിട്ടാണ്, ISSനെ കാണിച്ചിട്ടാണ് ഇവർ മറ്റൊരു ഇപ്പുറത്തും ധ്രുവീകരണം ഉണ്ടാക്കലും റൂട്ട് മാർച്ച് നടത്തലും ഒക്കെ തുടങ്ങിയത്. അപ്പം ഈ രീതിയിൽ ഉണ്ടാവുന്നത്, അപ്പോൾ ഷാഫിയെ പോലെയുള്ള ഒരാൾ അപ്പുറത്ത് പിന്നെ ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ ഒരു ഐക്കോണിക് ഫേസ് ആയിട്ട് നിൽക്കുന്നതിനകത്ത് BJPക്ക് താല്പര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവർ നിഗൂഢമായി ഇരുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അവർ എഴുതിയ തിരക്കഥയ്ക്കകത്ത് അറിയാതെ അഭിനയിച്ചു പോകുന്ന റോള് മാത്രം മറ്റവരെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്തുള്ള പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം സിബി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ബൈ ഇലക്ഷനകത്ത് സംസ്ഥാനത്തുള്ള എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകർ അവിടെ കേന്ദ്രീകരിക്കും. ഇപ്പം പാലക്കാട് ബൈ ഇലക്ഷൻ, അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, കേരളത്തിലുള്ള മുഴുവൻ CPMൻ്റെ ആൾക്കാരും ഇവിടെ കേന്ദ്രീകരിക്കും, കോൺഗ്രസിൻ്റെ ആൾക്കാരും കേന്ദ്രീകരിക്കും, UDFൻ്റെയും LDFൻ്റെയും പിന്നെ BJPയുടെ ഒക്കെ ആൾക്കാർ അവിടെ കേന്ദ്രീകരിക്കും അതാത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. കാരണം അവിടെ മാത്രമേ തെരഞ്ഞെടുപ്പുള്ളൂ. പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിനകത്ത് എങ്ങനെയാണ് അങ്ങനെ കേന്ദ്രീകരിക്കുന്നത്? ഇപ്പം പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാലക്കാടേക്കാണ് നമുക്ക് തന്നെ നമ്മുടെ ചില ഇവിടെ നിന്നുള്ള കക്ഷികൾ ഉൾപ്പെടെ, മുമ്പോട്ട് ഉണ്ടായിരുന്ന ചില കക്ഷികൾ ഉൾപ്പെടെ പാലക്കാടോട്ടാണ് പോകുന്നത്. രാഹുലിന് പിന്നെ ജാമ്യം കിട്ടി വരുമ്പോഴും സ്വീകരിക്കാൻ ഇവിടുന്ന് പാലക്കാടോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫിയുടെ ചില വീക്ക്നെസ്സുകൾക്ക് ഇരയാവുന്ന ആളുകൾ മുഴുവൻ ആ ഒരു കിടയിൽപ്പെട്ടിട്ട് അവർക്കെല്ലാം പറയുന്നത് മിനിസ്റ്റർ വന്നാൽ ഒരു സ്റ്റാഫിൽ എടുക്കാം, പേഴ്സണൽ സ്റ്റാഫിലെടുക്കാം എന്നുള്ള ഓഫർ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്കാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര്, അതായത് ഒരു പ്രത്യേക പ്രായത്തിനിടയിലുള്ള യുവാക്കളെയാണ് ഇതിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ പേര് ഇവർ കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ളവരാണെങ്കിൽ അവനവൻ്റെ മണ്ഡലത്തിലാണ് പണിയെടുക്കേണ്ടത്. ഇതങ്ങനെയല്ല. ഷാഫി പറയുന്നിടത്ത് പോവുക, ഷാഫി പറയുന്നിടത്ത് സ്വീകരിക്കാൻ ചെല്ലുക എന്നുള്ള രീതിയിലേക്ക് ഒരു പിന്നെ ഗാന്ധിസം വിട്ട് ഷാഫിസത്തിലേക്ക് പോവുകയും കോൺഗ്രസ് എന്നുള്ളതിനെ ഒരു പോക്കറ്റ് സംഘടനയാക്കിയിട്ട് മാറ്റാൻ ഷാഫി ശ്രമിക്കുകയും അതിനുള്ള കുതന്ത്രങ്ങളുടെ ആശാനാണ് ഷാഫി. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് റീഎൻട്രി കൊടുത്തേ പറ്റൂ. റീഎൻട്രി കൊടുത്തിട്ടില്ലെങ്കിൽ ഷാഫിയുടെ ചീട്ട് രാഹുലിൻ്റെ കൈ കിടക്കുക, ഷാഫിയുടെ വാല് രാഹുലിൻ്റെ അമ്മയുടെ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ വിചാരിച്ചാൽ ഞാൻ പോകുമ്പോൾ നിന്നെ കൊണ്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇതെല്ലാം എന്ന് വെച്ചാൽ അതിനകത്തൊക്കെ ഉള്ള ബിസിനസ് ബന്ധങ്ങളുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ രാഹുലിൻ്റെ അടുത്തുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ഷാഫിയെക്കുറിച്ചുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഷാഫിക്ക് അത്യാവശ്യം ധാരണ കാണും. അതുകൊണ്ടാണല്ലോ ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കാനായിട്ട് മടിയായിട്ടിരിക്കുന്നത്. അതെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഫോണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചാൽ അപ്പം തന്നെ നമ്മൾ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയായിരുന്നു, എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നു. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ അതാത് ദിവസം മാറ്റുന്നുമുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് നാളെ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനുള്ളത് നമ്മൾ മാറ്റുന്നുമുണ്ട്. ഫോണിനകത്തുനിന്ന് എവിടെ നിന്ന് വീട്ടിൽ വന്നാലും ഒന്നും അവർക്കൊരു കുന്തവും കിട്ടാത്ത രീതിയിൽ ആര് വന്നാലും ഏതോമാർ വന്നാലും ഇനിയിപ്പോൾ വല്ല കൊട്ടേഷൻ ടീം വന്നു കഴിഞ്ഞിട്ട് ഫോൺ എടുത്താലും എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, പാസ്വേഡും പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ആകെ അവർക്ക് അതിനകത്ത് ഗൂഗിൾ പേയുടെ ഇത് മാത്രം വേണമെങ്കിൽ ചോദിച്ചാൽ അത് ആ അക്കൗണ്ട് വലിയ അധികം പൈസയൊന്നും വെക്കാറുമില്ല. കാരണം അത് ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലുന്നിടത്തെല്ലാം ഞാനാണ് കേരളത്തിലെ ഏറ്റവും ക്രൗഡ് പുള്ളർ എന്ന് തെളിയിക്കാൻ ഒരു 10,000 പേരെ സെറ്റാക്കി വെച്ചിരിക്കുന്ന. 1,000 പേരുടെ അടുത്ത് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ ഇത്ര ആളെന്നുള്ളത് നോക്കാൻ ഒരു 5,000 പേരോടെ കൂടും. 5,000 പേരോടെ കൂടും. 1,000 പേര് ഇപ്പോൾ ഇവിടെ എടപ്പള്ളി ടൗണിലോ കാക്കനാടോ അല്ലെങ്കിൽ കളമശ്ശേരിയിലോ 1,000 പേരിങ്ങനെ കൂടി നിൽക്കുക, ആൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പിന്നെ മാലയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ കൂടെ പോകുന്ന വേറെ പണിയൊന്നും ഇല്ലാതെ നമ്മളതിലെ കൂടെ പോകുകയാണെങ്കിൽ നമ്മൾ വണ്ടിയൊന്ന് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മളൊന്ന് നോക്കും എന്താ പരിപാടി എന്നുള്ള അറിയാമെന്ന് എഴുതിയിട്ട്, എന്താ ജനക്കൂട്ടം എന്നുള്ള അറിയാമെന്ന് എഴുതിയിട്ട്, പ്രത്യേകിച്ച് ഏർപ്പാടൊന്നും ഇല്ലാതെ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ആൾക്കാർ കൂടും. ഈ വരുന്ന ഈ 1,000 പേര് മതി ആരവം സൃഷ്ടിക്കാൻ. ബാക്കി നോക്കുമ്പോൾ ഓഡിയൻസായിട്ട് മൊത്തം 10,000 പേരും ഉണ്ടായി. ഈ സ്ട്രാറ്റജിയാണ് ഷാഫി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ടൂളായിട്ട് യൂസ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആശയപ്രചരണത്തിനകത്ത് മൗദൂദികളാണ്. ജമാഅത്ത് ഇസ്ലാമി അവരെ പിന്നെ മീഡിയ വൺ ചാനലും ബാക്കിയുള്ളതൊക്കെയുള്ള സംവിധാനങ്ങളാണ്. പക്ഷേ ഇതിന് പ്രത്യക്ഷത്തിലിറങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ പിടിച്ചുകൊണ്ട് പോയെങ്കിലും പോപ്പുലർ ഫ്രണ്ട് മനസ്സുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഷാഫി എന്താണെന്നുള്ളത് പഠിച്ചിട്ടില്ല.
അവരെ വിചാരം ഭയങ്കര ദീനബോധമുള്ളതാണ്. ഷാഫിയുടെ ദീൻ എന്താണെന്നും ദീനബോധം എന്താണെന്നും ഒക്കെ നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പക്ഷേ ഇവർ കാണുന്നതെന്ന് വെച്ചാൽ ഷാഫിക്ക എന്ന് പറയുകയാണ്. ഇത് ഷാഫിയുടെ അപ്പനാവാൻ പ്രായമുള്ള വാപ്പയാവാൻ പ്രായമുള്ള ആൾക്കാർ ഷാഫിക്ക എന്ന് വിളിക്കുക. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആര്യാടൻ മുഹമ്മദൊക്കെ ഉണ്ടായിരുന്നില്ല, അത് കുഞ്ഞാക്കിയായിരുന്നു അവിടെ ബാക്കിയുള്ളവർക്ക്. ആര്യാടൻ ഷൗക്കത്തിനെ വാപ്പുട്ടി എന്നല്ല എല്ലാവരും വിളിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വാപ്പുട്ടിയാക്കാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം വാപ്പുട്ടിയാണ്. അവർക്ക് വാപ്പുട്ടിക്കയല്ല, അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാർക്കും അദ്ദേഹത്തിൻ്റെ കാൽപ്രായത്തിൽ മൂത്തവരെയൊന്നും. PV അൻവറിനെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അമ്പുക്കാന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അല്ലാതെ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ അത് അൻവറാ, അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അത് പിന്നെ ഇവിടെ തലേക്കുന്നിൽ ബഷീർ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ K മുഹമ്മദ് അലി ഉണ്ടായിട്ടുണ്ട്, ഇവിടെ അൻവർ സാദത്ത് ഇപ്പോഴും MLA ആണ്, T സിദ്ദിഖ് സിറ്റിംഗ് MLA ആണ്. അപ്പോൾ ഈ T സിദ്ദിഖിനൊന്നും ഇല്ലാത്തൊരു മാസ്മരികതയും പിന്നെ ഷാഫിക്കില്ല. പക്ഷേ ഷാഫിക്ക് അത് ബിൽഡപ്പ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളൊരു കപട പ്രതിച്ഛായ സൃഷ്ടിക്കാനും മാസിനെ എങ്ങനെ ഇളക്കണം എന്നുള്ളതും പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ബ്യൂട്ടി പാർലർ പൊളിറ്റിക്സാണ്. അപ്പോൾ ആ രീതിയിലാണ് പിന്നെ ഷാഫിൻ രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പതിയെ വിഴുങ്ങിയെടുത്തത് അങ്ങനെയാണ്. ഇപ്പോൾ ഇവർ പോകുന്ന സ്ഥലത്ത് പൈസ കൊടുത്തു കൊണ്ടുപോകുന്നവരുണ്ട്. പൈസ കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഫണ്ടിൻ്റെ അവർക്ക് യാതൊരു കുറവുമില്ല, ആവശ്യമുള്ള ഫണ്ട് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇവരെത്ര പേരെടുത്ത് ഫണ്ട് മേടിച്ചു എന്നുള്ള കണക്കുകൂടെ പരിശോധിക്കേണ്ട. അത് കോൺഗ്രസ് പരിശോധിച്ചിട്ടുണ്ടോ? ഡയറക്റ്റ് ഫണ്ട് എത്ര അവർ പുറത്തുനിന്ന് കളക്ഷൻ നടത്തി എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഏത് റീൽസിലാണ് അതിന് വല്ല മുടക്കൊന്നുമില്ല. വണ്ടിയുടെ മുമ്പിൽ നിൽക്കിയ ഒരു ക്യാമറാമാനും ഉണ്ടൊക്കെ ഉണ്ട്, എഡിറ്റ് ചെയ്തിടാൻ ഫോണിനകത്ത് തന്നെ എഡിറ്റ് ചെയ്തിടാം. ഈ സാധനം ഇടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ പിന്നെ പാവപ്പെട്ട അവിടുന്ന് ഇവിടുന്ന് വന്ന ആൾക്കാർക്ക് എടാ നിൻ്റെ വണ്ടിക്ക് നീ പരപ്പനങ്ങാടിയിൽ നിന്ന് വന്നതല്ലേ, കോട്ടയ്ക്ക് നിന്ന് വന്നതല്ലേ, എന്നാൽ 1000 രൂപയുടെ പെട്രോൾ അടിച്ചോളാൻ പറഞ്ഞ് പൈസ കൊടുത്തിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടില്ല, അതൊന്നുമില്ല. പിന്നെ അതിനായിട്ടില്ലേ പാവപ്പെട്ടവരെ ഫണ്ട് എടുത്തിട്ട് പൂട്ടടിച്ചതല്ലേ, അവരുടെ പേരിലുള്ള പൈസ എടുത്തിട്ട് അതിന് കണക്കും കയ്യും ഇല്ലാതെ നിൽക്കുകയല്ലേ. അപ്പോൾ ഈ രീതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്നിടത്തെല്ലാം സിബിനെ ശ്രദ്ധിച്ചോ, വീഡിയോ ദൃശ്യങ്ങളും ഇതൊക്കെ ക്ലോസപ്പിലെടുത്ത് നോക്കിക്കോ. പിന്നെ പല പ്രാവശ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പല ഫേസുകളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പല സ്ഥലത്തും വടകരെ കണ്ടോനെയാണ് കൊയിലാണ്ടി കാണുന്നത്, കൊയിലാണ്ടി കണ്ടോനെയാണ് പേരാമ്പ്രയെ കാണുന്നത്. ഇവർ പോകുന്നതിനനുസരിച്ച് ഇവർ മൂവ് ചെയ്യുക അതിനനുസരിച്ച്. അപ്പം എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. കുറേ പേര് സ്വമേധയാ വോളണ്ടിയേഴ്സായിട്ട് അതിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഷാഫിക്ക ഭ്രാന്ത് കയറിയിട്ട് അങ്ങനെ നിൽക്കുന്നവർ. ബാക്കിയുള്ളവരെ പിന്നെ അത് അവരുടെ ഉള്ളിലെ ചില മറ്റേ ബോധം തകട്ടി വന്നിട്ട് അല്ലാത്തവരെ പേയ്മെൻറ്റ് കൊടുത്തവരാ. പേയ്മെൻറ്റ് കൊടുത്തവർക്ക് 8 മണിക്കൂറോ 10 മണിക്കൂറോ 12 മണിക്കൂറോ പണിയെടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കും. ഈ 12 മണിക്കൂർ പണി എന്ന് പറഞ്ഞാൽ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. വണ്ടിയുണ്ട്, പിന്നെ വിളിക്കുക, വീശി കാണിക്കുക, ബലൂണ് പൊക്കുക, പിന്നെ ഷാള് കൊടി വീശുക, ഇത്രയുള്ള പരിപാടി. വേറെ പിന്നെ ഈ വെയിലത്ത് വാർക്കപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ സുഖമില്ല, ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ സുഖമില്ല. ഇപ്പം ഈ സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് പിന്നെ ഒരുപാട് ഇനിയിപ്പം ബംഗാളികളെ ഇറക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബംഗാളികളെ ഇപ്പം തിരിച്ചറിയാൻ പറ്റത്തില്ല. അവന്മാർ നന്നായിട്ട് മലയാളം പറയും, അതാണ് പ്രശ്നം അവന്മാർ. പക്ഷേ ഈ കടുകട്ടി ഭാഷകളുടെ പ്രസംഗം ഇതെന്താ, നീ ഏത് പാർട്ടിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ഉള്ള കാര്യം പറയും. ഇങ്ങനെ ചില പാർട്ടിക്കാർ ചെയ്യാറുണ്ട്. ഈ ചീർക്കിലി പാർട്ടികൾ പണ്ടിത്തരം സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അവരുടെ സമ്മേളനം അതൊക്കെ നടക്കുകയാണെങ്കിൽ ഓഡിയൻസിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ പൈസയ്ക്ക് ആളെ കൊണ്ടുവരും. അത് ചിലപ്പം പിന്നെ 2 രൂപ അടിക്കുന്നവനാണെങ്കിൽ വൈകുന്നേരം പൈൻറ്റ് തരാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞു ഇവരെല്ലാം വിളിച്ചുകൊണ്ട് പോകും. ചുമ്മാ ഒരു ഒരു ഹാളിലായിരിക്കും യോഗം, അതിനകത്ത് ആളെ ഇരുത്തിയാൽ മതി, ഇത്രയേ ഉള്ളൂ. അതല്ലാതെ മുഖ്യധാരാ പാർട്ടികൾ CPM, CPI, കോൺഗ്രസ്, ലീഗ്, BJP തുടങ്ങിയ പാർട്ടികൾക്ക് ഇത്തരം ഗതികേടുണ്ടായിരുന്നില്ല. ആ ഗതികേട് ഇപ്പോഴും ഈ പാർട്ടികൾക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ. പക്ഷേ പാർട്ടി പ്രവർത്തകർ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഷാഫിക്കാന്ന് വിളിച്ചിട്ട് ഓളം ഉണ്ടാക്കാൻ ആളെ കിട്ടത്തില്ലല്ലോ. അവർക്ക് അവിടെ ഷാഫി നിൽക്കുന്നിടത്ത് KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ പിന്നെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ആവേശമുള്ള നേതാക്കന്മാരവർ. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ അതിലേക്ക് പോകും. അതിനേക്കാളൊക്കെ വ്യത്യസ്തനാണ്. ഞാനാണ് ക്രൗഡ് പുള്ളർ, ഞാനാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാം. ഞാൻ പോകുന്നിടത്ത് എനിക്കുള്ളത്രയും ഒരു പിന്നെ ജനസഞ്ചയത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഷാഫിയുടെ ലക്ഷ്യമാണ്. ഷാഫിക്ക് മുഖ്യമന്ത്രി കസേരയാണ് ലക്ഷ്യം. അപ്പോൾ അതിന് മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം വെട്ടിമാറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെന്തായിരുന്നാലും കോൺഗ്രസിനെയും കൊണ്ടേ പോകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കറിയാം. പക്ഷെ അവർ നിസ്സഹായരാണ്. ഈ ചെയ്യുന്ന മാതിരിയുള്ള ഈ പിന്നെ
കോക്രി കാണിക്കുന്നതിന് അവർക്ക് അതിനനുസരിച്ച് ആ നിലവാരം കുറഞ്ഞ കളിക്ക് പോകാനും താല്പര്യമില്ല. അത് പോകാനും മാത്രമല്ല അവിശുദ്ധമായി സാമ്പത്തിക പൈസ പമ്പ് ചെയ്യാനുള്ള ബന്ധങ്ങളും അവർക്കില്ല. അത്രയും ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ എല്ലാവർക്കും ചില ബിസിനസ്സും കാര്യങ്ങളൊക്കെ വിദേശത്തുള്ളവർ തന്നെയാണ്. പക്ഷേ എന്നാൽ തന്നെ ഇത്ര കണ്ട് പൈസ ഇറക്കിയിട്ട് കളിക്കാനുള്ള സംവിധാനങ്ങൾ അവർക്കില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഫേസ്ബുക്ക് പേജും യൂട്യൂബ് അവരുടെ ഫേസ്ബുക്ക് പേജിനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സംവിധാനവും ഈ പെയ്ഡ് സംവിധാനമൊക്കെ വെച്ചിട്ട് അവരെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യുമല്ലോ. അത് ബൂസ്റ്റ് ചെയ്യാൻ മാത്രം ഒഴുക്കാനുള്ള പണം അവരെടുത്തില്ല. മറ്റവർക്ക് സാങ്കേതിക വിദ്യ അറിയാം, അതിൻ്റെ കൂടെ ഒഴുക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ താല്പര്യമുള്ള ചില ആളുകളുടെ അത്തരം ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം, അവിശുദ്ധ ബന്ധം, അത് കോൺഗ്രസിലെ വെല്ല കൊണ്ട് കുഴി ചാടിക്കുന്നൊരു സാധനമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതിന് പറയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തിൻ്റെ, നാളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതിൻ്റെ മതേതര സ്വഭാവം നഷ്ടപ്പെടും. ആ മതേതര പ്രസ്ഥാനത്തിൻ്റെ അന്തക വിത്തായിട്ട് ഷാഫി പറമ്പിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല.